റിങ്കുവിന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ 3 ലീഡറിൽ ആര് വരണം എന്നായിരുന്നു? സിഎം പറയാൻ കുഴപ്പം പറ്റുമോ? പിന്നെന്താ ആ. പറയുന്നത്, പക്ഷെ ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിപ്പോയി. ഞാൻ ആമുഖമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത്, കോൺഗ്രസിനകത്ത് മത്സരിച്ചതും മത്സരിക്കാത്തതായിട്ടുമുള്ള ഒരു ഡസനോളം നേതാക്കന്മാർ അറിയാം. ഞങ്ങൾക്ക് CM ആകാൻ യോഗ്യതയുള്ള ആളുകളുണ്ട്. പക്ഷെ യോഗ്യതയുള്ള ആളുകളുണ്ട്. എന്താ സംശയം? മത്സരിക്കാത്തതായിട്ടുള്ള പോർട്ട്ഫോളിയോ ഉള്ള കപ്പാസിറ്റിയുള്ള എത്രയോ നേതാക്കന്മാരുണ്ട് ഞങ്ങൾക്ക് CM ആവാൻ യോഗ്യതയുള്ള ആളുകൾ. പക്ഷെ നമ്മളെല്ലാം പൊതുസമൂഹം എല്ലാം ചർച്ച ചെയ്യുന്ന 3 പേരുകൾ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VD സതീശൻ, ശ്രീ KC വേണുഗോപാൽ എന്ന 3 പേരുകളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ പേരുകളിലേക്കാണ് CM എന്ന പദവിയിലേക്ക് ചർച്ചകൾ നടന്നതെന്നുള്ളത് ശരിയാണ്. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന പോലെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ടാണ്. അദ്ദേഹം അത് ഓരോരുത്തരും, ഞാൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തർ വരണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അത് വെറും ഓരോരുത്തരുടെ അഭിപ്രായം മാത്രം. പക്ഷെ ഹൈക്കമാൻഡ് ഒരു പേര് പറഞ്ഞാൽ അത് അനുസരിക്കാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അത് അനുസരിക്കുകയും ചെയ്യും. നമുക്ക് അതിനകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പാർട്ടിക്കകത്തും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. ഈ 3 പേരും 3 കോണ്ടാക്ട്സിൽ ഈ 3 പേരും യോഗ്യരാണ്. ഇതുപോലെ യോഗ്യതയുള്ള ആളുകളുണ്ട്. ഈ 3 പേരും യോഗ്യരാണ്. നമുക്ക് ആദ്യം രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയാം. ബിക്കോസ് ഈ 3 പേരിൽ ഏറ്റവും കേരളത്തിൽ ഇന്ന് ഇരിക്കുന്ന കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് ഏറ്റവും സീനിയർ അദ്ദേഹം.